സ്ഥലത്തെ ഒരു പ്രമുഖ ബാർ മുതലാളിയാണ് സൈജു ദിനേശ്. ഭരണം മാറിയെങ്കിലും കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. ബിടെക്കിന് പഠിക്കുന്ന മകൾ എല്ലാ സപ്ലി ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മുതലാളി ബാർ തുറന്നു കിട്ടാൻ പെടാപ്പാട് പെടുന്നു. മുതലാളിയുടെ ഭാര്യയ്ക്ക് മകളുടെ കല്യാണം നടക്കാത്തതിൻ്റെ വിഷമം. എല്ലാം ശരിയാവും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഓസ്റ്റിൻ ഡ്രീംസ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു ഗ്രേറ്റർ ഓസ്റ്റിൻ മലയാളി അസോസിയേഷനു വേണ്ടി ഏറ്റവും പുതിയ നാടകം എല്ലാം ശരിയാകും. അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. സ്വാമി ശരണം. നമസ്കാരം മുതലാളി. എന്താ പുഷ്കര, താനും തുടങ്ങിയോ കൊച്ചു പിള്ളേരെ പോലെ വാട്സാപ്പും പാട്ടുമൊക്കെ? ആരോ ഫോർവേഡ് ചെയ്തെന്ന ഒരു പാട്ടാ. നല്ല പാട്ടായതുകൊണ്ട് കുറച്ച് ഒച്ച കൂട്ടി വെച്ചതാ. കേൾക്കുന്നവർ നമ്മൾ ഇന്റലക്ച്വൽ ആണെന്ന് വിചാരിച്ചോട്ടെ. പുഷ്കരൻ ഇവിടെ ഉണ്ടായിരുന്നോ? ചായ എടുക്കട്ടെ? കട്ടൻ ചായയാ, പാല് തീർന്നുപോയി. സോഡ ഇല്ലെങ്കിലും ഐസിട്ട് വിദേശി അടിക്കാം. പക്ഷേ പാലില്ലാതെ ചായ കുടിക്കാൻ വലിയ പാടാ. മുതലാളി സൂപ്പറാ. എന്നാ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ പുഷ്കര, തുളസിയുടെ കല്യാണക്കാര്യം ആ ദല്ലാളിനെ കണ്ടെന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ആ ചെയ്യാം. കല്യാണമൊക്കെ അതിൻ്റെ വഴിക്ക് ശരിയായിക്കോളും. നമ്മുടെ ബാറൊക്കെ ഒന്ന് തുറന്നോട്ടെ. മുതലാളി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാർട്ടി ഓഫീസിൽ ഇന്ന് മന്ത്രി വരും. നമ്മൾ പറഞ്ഞ കാര്യം ഡിസ്കസ് ചെയ്യാൻ. മുതലാളി കാശ് ശരിയാക്കി വെച്ചോ? ആയിക്കോട്ടെ, LDF വരും, എല്ലാം ശരിയാകും എന്ന് കരുതി എത്ര നാളായിട്ട് കാത്തിരിക്കുക എൻ്റെ ഗുരുവായൂരപ്പാ. ഒരു മണിക്കൂറിന് ശേഷം ഹലോ, ചേട്ടൻ എവിടെയാ? ഞാനിവിടെ ഉമ്മറത്തുണ്ട്. കൊറിയർ. എന്താ LDF ചേട്ടാ വൈകിയത്? ഡാഡി ഇപ്പൊ ഉണരും. അതല്ലേ ഞാൻ ഈ കൊറിയർ സർവീസായി വരുന്നത്. പൊക്കിയാൽ കൊറിയർ സർവീസ് ആണെന്ന് പറയാം. പിന്നെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് LDF എന്ന് വിളിക്കരുത്. എനിക്കൊരു കീടിലും പേരുണ്ട്, ലോലൻ ഡി ഫൽഗുണൻ. അയ്യേ, ലോലൻ. ബോബന് മോളിലെ ലോലൻ എന്ന് വിളിച്ച് എല്ലാവരും കളിയാക്കും. എന്നാൽ LD ഫൽഗുണൻ എന്ന് വിളിക്കും. അത് കൊള്ളാം, നല്ല പേര്. എന്നാലും ചേട്ടാ, എത്ര നാളെന്ന് പറഞ്ഞാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? ചേട്ടന് വീട്ടുകാരെയും കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നൂടെ? വീട്ടിൽ ഞാൻ 1-2 തവണ അവതരിപ്പിച്ച് നോക്കി. ജോലിയൊന്നും ഇല്ലെങ്കിലും ബിടെക്കിന് പോയതുകൊണ്ട് 2 കോടിയെങ്കിലും സ്ത്രീധനം വേണമെന്ന് ഡാഡി ഒരേ പിടിവാശിയാണ്. എന്നെ നിന്റെ അപ്പനാണെങ്കിൽ ഒരു 5 പൈസയും തരില്ല. ഡാഡിയുടെ ബാർ ബിസിനസ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ, എല്ലാം ശരിയാകും. നീ നോക്കിക്കോ, അതിനൊക്കെ ഞാനൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ, ഇന്ന് സിനിമയ്ക്ക് വരുന്നോ? ഒരു പ്രധാന കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തിനാ? കഴിഞ്ഞ ആഴ്ച എന്നെ പറ്റിച്ചതല്ലേ? ഖബാലി കാണിക്കാമെന്നും പറഞ്ഞ് വെറുതെ കസബയ്ക്ക് കൊണ്ടുപോയില്ലേ? നാ ഒരു തടവ സുന്ന 100 തടവ സുന്ന മാതിരി. അടുത്ത രജനി പടത്തൻ ഫസ്റ്റ് ഡേ നിന്നെ ഞാൻ കൊണ്ടുപോകും. നാ LD ഫൽഗുണണ്ടാ. ആരോ വരുന്നുണ്ട്. ഈ കത്തിലെല്ലാം ഉണ്ട്. ഞാൻ മിസ് കോൾ അടിക്കാം. അച്ഛനുണ്ടോ മോളെ? ഇത് ആരാ? ഉണ്ട് അങ്കിൾ, വിളിക്കാം. ഇത് കൊറിയർ സർവീസ്, പാർസൽ കൊണ്ടുവന്നതാ. मैं फ्लिपकार्ट से आया हूँ. शुक्रिया, धन्यवाद. മോളെ സൂക്ഷിക്കണം. ഈ ബംഗ്ലാദേശികളെ ബംഗാളിന്നും ആസാമിന്നും ഒക്കെ പറഞ്ഞു വരും. അവന് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി മലയാളിയാണോ? ए मालूम नहीं नहीं नहीं
ഓ മലയാളി അല്ലാന്ന്. അങ്കിൾ ഇരിക്കെ, ഞാൻ ഡാഡിയെ വിളിക്കാം. ഡാഡി, ഡാഡി. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? ചേട്ടന് സുഖം തന്നെയല്ലേ? ലോനപ്പൻ ചേട്ടൻ ഈ വഴിയൊക്കെ മറന്നോ? ലീലാമ്മ ചേച്ചിയെ കഴിഞ്ഞ വർഷം അമ്പലത്തിൽ ഉത്സവത്തിന് കണ്ടതാ. വരണം വരണം എന്ന് എപ്പോഴും വിചാരിക്കും, സമയം കിട്ടാനാ പാട്. ഏതായാലും ഇപ്പോൾ വരാനൊരു കാര്യമായി. മോളുടെ കല്യാണം ആയോ? അതെ, അത് പറയാനാ വന്നത്. ഈ സെപ്റ്റംബർ 23-ന്. അതായത് ഓണം കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച. ആഹാ, നല്ല വിശേഷമാണല്ലോ. അവള് കൊച്ചുകുട്ടിയല്ലേ? പയ്യൻ എന്താ ജോലി? അവൾക്ക് വയസ്സ് 22. പയ്യൻ അങ്ങ് അമേരിക്കയിലെ ഡൽഹിയിലെ എഞ്ചിനീയറാ. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട, ഇരിക്കാൻ സമയമില്ല. ഒരുപാട് സ്ഥലത്ത് കല്യാണം പറയാനുണ്ട്. സന്ധ്യ ആകുമ്പോ അമേരിക്കയിൽ നിന്ന് ചിലപ്പോ പയ്യൻ വിളിക്കും. ഇവിടെ രാത്രി ആകുമ്പോഴാ അമേരിക്കയിൽ നേരം വെളുക്കണത്. തുളസിയുടെ കല്യാണം വല്ലതും ആയോ? മാവേലിക്കര അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ ഒത്തിരി ആലോചന വരുന്നുണ്ട്. പഠിത്തം ഒന്ന് കഴിയട്ടെ. വെറുതെ വെച്ച് താമസിപ്പിക്കണ്ട. കൊച്ചുങ്ങളുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നമുക്ക് ഒരിടത്ത് സ്വസ്ഥായിട്ടിരിക്കാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നാ ശരി, എല്ലാവരും കല്യാണത്തിന് വരണം. തീർച്ചയായും. ഓ, ഈ ലീലാമ്മ ചേട്ടത്തിയുടെ ഒരു ഗമ. ലോനപ്പ ചേട്ടൻ പണ്ട് കള്ളുഷാപ്പ് നടത്തിയിരുന്നതാ. ആരും അമേരിക്ക കാണാത്ത പോലെ. എന്തൊരു പൊങ്ങച്ചമാ. ഡെല്ല് ഇവിടെ രാത്രിയാകുമ്പോ അമേരിക്ക രാവിലെ. ഈ ഡെൽ എന്നൊക്കെ പറയുന്നേ ഇവിടെ ബാംഗ്ലൂരിലാ. ഇവിടുന്ന് രാത്രി ട്രെയിൻ കയറിയാ അവിടെ രാവിലെ എത്തും. അത് തന്നെ ആയിരിക്കും. ലോനപ്പ ചേട്ടന്റെ മോളും നമ്മുടെ തുളസിയും ഒരേ പ്രായമാ. ഇവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം. പറ്റുമെങ്കിൽ അമേരിക്കക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കണം. അവൾ ബിടെക് ഒന്ന് പാസ്സാകട്ടെ. ഒരു ജോലിയൊക്കെ ആയാൽ സ്ത്രീധനം കുറച്ചു കൊടുത്താൽ മതിയല്ലോ. അത് ശരിയാ. തുളസിക്കുട്ടിക്ക് ഒത്തിരി സപ്ലിയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ നല്ല ജോലി കിട്ടും. ഇത് ഞാൻ ഈ ബാറെന്ന് പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. ഒന്നും നടക്കത്തില്ല. ഞാൻ അകത്തേക്ക് പോട്ടെ. പുഷ്കര, പോയ കാര്യം എന്തായി? മറ്റു ബാർ ഉടമകളൊക്കെ സമ്മതിച്ചോ? എന്റെ മുതലാളി, എനിക്കിനി ഈ മുതലാളി മാത്രമേ ഉള്ളൂ. അതെന്താ, മറ്റു മുതലാളികളൊക്കെ ചത്തുപോയോ? ഈ മുതലാളിയുടെ ഒരു കാര്യം, മുതലാളി ഇപ്പം വാട്സാപ്പൊക്കെ വന്നതിന് ശേഷം ഈ വിറ്റിനൊന്നും വലിയ പഞ്ചില്ല. അതുകൊണ്ട് ഈ സിനിമ ഡയലോഗ് ഇങ്ങനെ അടിച്ചു മാറ്റി പറയരുത്. പുഷ്കര, ഇത് ന്യൂജനല്ലേ? അമേരിക്കയിലൊക്കെ അടിച്ചുമാറ്റലൊരു പാഷനാണ്. അവർ അവിടെ പ്ലേജറിസം എന്നാ പറയുന്നത്. എന്തായാലും കാശിന്റെ കാര്യം വന്നപ്പം മറ്റേ മുതലാളിമാരൊക്കെ കാല് മാറി. എന്നാലും നമ്മുടെ മുതലാളി മറ്റുള്ള ബാർ മുതലാളിമാരെ പോലെയാണോ? പേര് കേട്ടാൽ തന്നെ ഒരു ഗെറ്റപ്പുണ്ട്. മറ്റു മുതലാളിമാരൊക്കെ വെറും പഴഞ്ചൻ പേരല്ലേ. രാമേന്ദ്ര മുതലാളി, കർമ്മേന്ദ്ര മുതലാളി. പക്ഷെ മുതലാളിയുടെ പേര് സൈജു ദിനേശ്. അതിനൊരു 5 സ്റ്റാർ ഗെയിം ഉണ്ടേ. അത് പോട്ടെ, പോയ സംഗതി എന്തായി? ബാർ തുറക്കാൻ പറ്റുമോ? ബാർ തുറപ്പിക്കാം. പക്ഷെ മന്ത്രിക്ക് 2 കോടി കൈക്കൂലി കൊടുക്കണം. മന്ത്രി സെക്രട്ടറി ഇപ്പൊ എത്തും. ആ, വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഇത് പാർട്ടി സെക്രട്ടറി. ഓനെ അറിയില്ലേ? ഓനാണ് നമ്മുടെ പുതിയ സഹമന്ത്രി. പുതിയ അപ്പോയിൻമെന്റാ. ഉടനെ സത്യപ്രതിജ്ഞ ചെയ്യും. എന്തോ കണ്ടിട്ട് മന്ത്രിയുടെ ഒരു ലുക്കില്ല. ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പ്ലേജറിസം. മന്ത്രിക്ക് പിടി കിട്ടിയെന്ന് തോന്നുന്നു. ആ ചിരി കണ്ടാൽ അറിയാം. പല്ലുവേദന ആയിട്ടാ, അല്ലെങ്കിൽ ഇതിലും നല്ലവണ്ണം ചിരിക്കും. ദേ പിന്നെയും ഡയലോഗ്. അതെ, ഈ മന്ത്രി ട്രംപിന്റെ പാർട്ടിക്കാരനാ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 5 കോടിയാണ് പാർട്ടിയുടെ ഡിമാൻഡ്. പിന്നെ മുതലാളി നമുക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് 3 കോടിയിൽ ഒതുക്കാം. ഏത്? പണം ഒരു പ്രശ്നമല്ല, പക്ഷെ ബാറ് തുറക്കണം. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാകും. പുഷ്കര, അകത്ത് ബ്രീഫ് കേസിൽ 2 കോടി മാറ്റി വച്ചിട്ടുണ്ട്. ബാക്കി 1 കോടി ബാറ് തുറന്നിട്ട്. പാർട്ടി തീരുമാനം പാടത്ത് പണി വരമ്പത്ത് കൂലിന്ന്.
ക്യാഷ് പാർട്ടി ഓഫീസിൽ ചെന്നാൽ അപ്പോൾ ബാർ തുറക്കാൻ ഓർഡർ ഇടും. ഇപ്പം തന്നെ ഞാൻ എക്സൈസ് മിനിസ്റ്ററെ വിളിക്കാം. ക്യാഷ് ഈ പയ്യന്റെ കയ്യിൽ കൊടുത്താൽ മതി. ഈ പയ്യൻ ആരാ? വല്ല ചാനലുകാരനും ആണോ? ഏ ഇത് നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാ. LD ഫൽഗുണൻ. നമ്മൾ LDF എന്ന് വിളിക്കും. താങ്ക്സ്. മൈക്കിൾ ഫിലിപ്സിന് ഒളിമ്പിക്സിൽ വീണ്ടും സ്വർണം. ഓൻ കേരളത്തിന്റെ മാനം കാത്തു. നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരൻ ഫിലിപ്പോസിന്റെ മോനാ. അച്ചായനെ കഴിഞ്ഞ ആഴ്ചയും കൂടെ കണ്ടതേ ഉള്ളൂ. അവൻ കല്യാൺ ജ്വല്ലറിയിൽ സ്വർണം തൂക്കുമ്പോഴേ എനിക്കറിയാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ മെഡൽ നേടുമെന്ന്. നീ ഇത് പാർട്ടി ഓഫീസിൽ കൊണ്ടുചെല്ല, ഞങ്ങൾ വേറെ വഴിക്ക് വരാം. എന്നാൽ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ട്രസ്റ്റ് മീ, we will make bar experience great again. It will be fantastic. വീണ്ടും കുറേ സമയം കഴിഞ്ഞ് ഏതായാലും മുതലാളിയുടെ അച്ചാദിനാകിയ ഇനി അങ്ങോട്ട് മുതലാളിക്ക് അടിവച്ച് കയറ്റമായിരിക്കും. ചേട്ടന്റെ ജാതകത്തിലുണ്ട് ഈ വർഷം മുതൽ ഇനി ശുക്രദശയാണെന്ന്. അത് ശരിയാ. കഴിഞ്ഞ വർഷം മുതലാളിക്ക് ശശിയുടെ അഹങ്കാരമായിരുന്നു. ശശിയുടെ അഹങ്കാരമല്ല, ശനിയുടെ അപഹാരം. തൻ്റെ ഈ വാട്സാപ്പ് പരിപാടി നിർത്തണം. അതെങ്ങനാ? ഏതു നേരം ഈ കുന്ത്രാണ്ടമല്ലേ ചെവിയില്? बार बार देखो, हजार बार देखो, ओ बार बार देखो, हजार बार देखो. ഇത് നമ്മുടെ തുളസിയുടെ ഫോൺ കോൾ ആണല്ലോ. ഇവളെന്തിനാ വീട്ടിലിരുന്ന് ഫോൺ ചെയ്യുന്നേ? ഹലോ ഹലോ, നീ എന്തായി പറയുന്നേ? സ്പീക്കർ ഫോണിലിട്ടേ. ഹലോ ഡാഡി, ഹലോ മമ്മി. ഡാഡിയും മമ്മിയും ഇനി എനിക്ക് കല്യാണം ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ ഈ LD ഫൽഗുണൻ ചേട്ടന്റെ കൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. ഡാഡി കൊടുത്തയച്ച 2 കോടി രൂപ കൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കും. പിന്നെ ചേട്ടൻ ബിടെക് ആണ്, ഇപ്പൊ കമ്പ്യൂട്ടറും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടും. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഹലോ ഹലോ ഹലോ. വേണ്ടത് വേണ്ടപ്പോൾ തോന്നിയിരുന്നെങ്കിൽ വേദനിക്കേണ്ടൊരു നാളും മണ്ണിൽ വേദനിക്കേണ്ടൊരു അപ്പോ കമ്പ്യൂട്ടർ പഠിച്ചത് കൊണ്ട് അമേരിക്കയിൽ പോകാൻ പറ്റുമായിരിക്കും. ഗുരുവായൂരപ്പ, എന്റെ ബാറ്. LDF വന്നു, എല്ലാം ശരിയായി.